ഹായ് ചങ്കുകളെ, നമുക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? ആയോ? ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉള്ളിയും സവാളയും ക്ലീൻ ചെയ്ത് വെക്കാം. ഇനി ഇതിനെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഉള്ളിയും സവാളയെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഉള്ളിയൊന്നും തീരെ ചെറുതായി കട്ട് ചെയ്യേണ്ട, 2 3 മുറിച്ചെടുത്താൽ മതി. സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇതിലേക്ക് കൊടുക്കാവേ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. കണ്ടാലോ? മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തേക്കുന്നത്. ഈ പൊടിയൊന്ന് കലക്കിയെടുക്കാം. ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. അത് എത്ര ചേർത്താലും ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനെ 1 മണിക്കൂർ നമുക്ക് അടച്ചു വയ്ക്കാം. ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? അടുപ്പ് കത്തിച്ച് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. അത് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി സവാള ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റിയിട്ട് കാണാതെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഈ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കേണ്ടതാണ്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. 1/2 കപ്പ് തേങ്ങാപ്പാൽ മാത്രമാണ് ചേർത്തേക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ മാത്രമാണ് ചേർത്തേക്കുന്നത്. വെള്ളം ഒഴിക്കാതെ തന്നെ ഉണ്ടാക്കുക. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് വേറെ വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല.
നന്നായിട്ട് വരട്ടിയിട്ട് നോക്കാം. ഈ ടൈം നമുക്കിതിലേക്ക് 2 ചേരുവകൾ കൂടി ചേർക്കേണ്ടതുണ്ട്. ഇച്ചിരി ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി. ഉപ്പ് കുറവാണോ നോക്കിയിട്ട് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ തന്നെ ആക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാകൂ. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റുകൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഞാൻ പോയി വരാം.